ികളെ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉടുപ്പി ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം. വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് രാവിലെ ഭക്ഷണം കഴിച്ചത്. 10 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചത്. ഇവിടെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. ഈ റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ റൈറ്റ് സൈഡിൽ ബാറ്, ലെഫ്റ്റ് സൈഡിൽ കള്ള് ഷാപ്പ്. നമ്മളെ നല്ല രീതിയിൽ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ മദ്യപിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ലാത്തത് കൊണ്ട് മദ്യപാനം നിർത്തിയത് കൊണ്ടും നമുക്ക് അതുകൊണ്ട് താല്പര്യമില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ 40 മേലെ ഡിഗ്രി ചൂടുണ്ട്. അതുകൊണ്ട് തോർത്തുമുണ്ട് ഇങ്ങനെ ഭംഗിക്ക് കിട്ടിയൊന്നുമല്ല കേട്ടോ. ഫുള്ള് നനച്ചിട്ട് കഴുത്ത് കൊടുക്കി പൊള്ളിയപ്പോഴേ ഒന്ന് പൊള്ളൽ മാറ്റാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതെ, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഫുഡും കാര്യം പറഞ്ഞു. രാവിലെ നല്ല പൂരി മസാലയും കാര്യങ്ങളും. ഇന്നത്തെ ഫുഡ് സ്പോൺസർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ചോറും മത്തി വറുത്തുമൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ ഇവിടെ നിന്നാണ്, അതുകൊണ്ട് ടെൻഷനില്ല. ഭക്ഷണമൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ, നല്ല അടിപൊളിയാണ്. 5 മത്തി പറഞ്ഞു 100 രൂപയ്ക്ക്. അതിൽ 3 എണ്ണം ഇവള് കഴിച്ച് തീർത്തിട്ട് വയറ് നിറച്ചിരിക്കുക. പിന്നെ 2 എണ്ണം എനിക്ക് കിട്ടിയിട്ടുള്ളൂ, എന്നാലും സാരില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഒരു 60 കിലോമീറ്ററോളം ഉണ്ട് എവിടേക്ക്, മൂകാംബികയ്ക്ക്. അപ്പോൾ നമ്മൾ നേരെ മൂകാംബിക്കാണ് പോകണം. ഇന്ന് എത്തില്ല, നാളെ നൈറ്റ് മൂകാംബിക്കായിരിക്കും. പിന്നെയാണ് അവിടെ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ന് റെസ്റ്റ് തന്നെ പറയാം, പക്ഷേ റെസ്റ്റ് ആയിട്ടില്ല. രാവിലെ ഒരു 10 കിലോമീറ്ററോളം ചവിട്ടി. ഇനിയിപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്ററോളം പോകും, മൊത്തം 30 കിലോമീറ്റർ. അങ്ങനെ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ മൂകാംബിക്ക് എത്തുന്ന പ്രതീക്ഷയില്ല. അപ്പോൾ ഫുഡും കളിയും കഴിഞ്ഞപ്പോൾ ഏകദേശം 4 മണിയായി. ഒറ്റപ്പിടുത്തം 2, 3, 4 മണിക്കൂർ റൈഡ് നിർത്താണ്ട് പഠിക്കാൻ പോകണം. എന്തൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങും, എന്താ സംഭവം ദൈവത്തിന് അറിയാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു, ഇവിടുത്തെ ബില്ലെല്ലാം കൊടുത്തു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മൾ യാത്ര തുടങ്ങാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. കൂടുതൽ വിശേഷങ്ങളൊന്നും ഒരു മൂഡ് ഉണ്ടാവില്ല വീട് എടുക്കാനായിട്ട്, അതാണ് മെയിൻ സംഭവം. പിന്നെ ഇന്ന് ഇവിടെ ഹോട്ടലിന് മുമ്പിൽ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് പോകണേ, എങ്ങടെ പോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഉണ്ട്. അത് മലയാളം ആണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇത് മലയാളമല്ലല്ലോ, കന്നഡ വരും, ഹിന്ദി വരും, തെലുങ്ക് വരും. നമുക്കാണെന്ന് ആകെ അറിയാവുന്ന 7ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ട് കുറച്ച് ഹിന്ദി, 5ാം ക്ലാസ് വരെ പഠിച്ച് ഹിന്ദിയും 7ാം ക്ലാസ് വരെ പഠിച്ച് ഇംഗ്ലീഷും അത് കൂട്ടി മിക്സ് ചെയ്തിട്ട് തമിഴും മലയാളം കൂട്ടി ഇളക്കി മറച്ചിട്ട് ചെറിയ സംഭവം കാച്ചി പിടിച്ചെടുത്തോണ്ട് നിൽക്കണം നമ്മൾ. ഈ ഭാഷകളൊന്നും അറിയില്ലെങ്കിലും ഈ ഭാഷ വെച്ചിട്ട് പോയോണ്ട് നിൽക്കണേ. അപ്പോൾ അതൊക്കെ പറഞ്ഞു വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ചെറുതായിട്ടൊന്നും ഉറങ്ങാനും പറ്റിയില്ല, രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ഉറങ്ങാൻ എന്തെങ്കിലും അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യാത്ര തുടങ്ങാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.